ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാം പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നായ പൊറോട്ടയാണ്. ഇത് കുറച്ചൊന്ന് ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാൻ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൈദയുടെ പൊറോട്ട പോലെ തന്നെ ലെയേഴ്സൊക്കെ തിരിഞ്ഞു വരും ഗോതമ്പ് പൊടിയുടെ പൊറോട്ടയിലും. പിന്നെ പൊറോട്ട നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ അത്ര എളുപ്പമല്ല, എന്നാലും വലിയ കുഴപ്പമില്ല. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 1/4 കപ്പ് പാലാണ്, തിളപ്പിക്കാത്ത പാല്. അതിലേക്ക് 1 സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പും 2 ടേബിൾ സ്പൂണും കൂടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും. ഈ പാലിൻ്റെയും വെള്ളത്തിൻ്റെയൊക്കെ അളവ് നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിരിക്കും. ഇപ്പോൾ ഞാൻ ഈ പാലിൻ്റെയും തൈരിൻ്റെയും കൂട്ടിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാലിൻ്റെ തണുപ്പും വെള്ളത്തിൻ്റെ ചൂടും കൂടി അതൊരു ഇളം ചൂടായി വരും. പിന്നെ എടുത്തേക്കുന്നത് ഇവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് എടുക്കാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ആശീർവാദിൻ്റെയാണ്. അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 1 സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ടാണ് അത് കാണാത്തത്. പിന്നെ ഇത് നല്ലപോലെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമ്മളുടെ പാലിൻ്റെയും തൈരിൻ്റെയും വെള്ളത്തിൻ്റെയും കൂട്ട് കുറച്ച് ചേർത്തിട്ട് ഇതൊരു മാവ് പരുവത്തിലാക്കി എടുക്കുക. അത് ആ മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടെ ലൂസായിരിക്കണം. പിന്നെ നിങ്ങൾക്കിപ്പോൾ 1/4 കപ്പ് തൈരും അതനുസരിച്ച് വെള്ളവും അതുമാതിരി 1/4 കപ്പ് പാലും വെള്ളവും അങ്ങനെയൊക്കെ എടുക്കുന്നത്. പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്ന ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. പിന്നെ ഗോതമ്പ് പൊടി മാറുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും. പല ബ്രാൻഡിനും പല പോലെ ആയിരിക്കും ഗോതമ്പ് പൊടിക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബ്രാൻഡ് നിങ്ങൾ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊരു വെള്ളം വേണമെന്ന്. ഇത് ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ഒരു 2 കപ്പ് വെള്ളത്തിൽ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അത് മാവിൽ ചേർത്ത് ഇത് കുഴച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞ മാതിരി പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവും വ്യത്യാസം വരും. ഇത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിനേലും കുറച്ചുകൂടി വെള്ളമുള്ള ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പിസയ്ക്കൊക്കെ മാവ് കുഴക്കുന്നവരാണെങ്കിൽ ആ ഒരു പരുവത്തിലാണ് ഇത് ശരിക്കും വരേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഈ എണ്ണ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ, ഫോർ എക്സാമ്പിൾ സൺഫ്ലവർ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ പാം ഓയിലാണ് സാധാരണ തട്ടുകടകളിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ പാം ഓയിൽ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റാണ് എനിക്ക് സൺഫ്ലവർ ഓയിലിനേലും കൂടുതൽ ഇഷ്ടപ്പെട്ടത് വീടുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ. പിന്നെ പാം ഓയിലിനേലും സൺഫ്ലവർ ഓയിലിനേലും ഒക്കെ നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവിട്ട് ഈ മാവ് കുഴച്ചെടുക്കുകയാണ്. ഇതൊരു മിനിമം 15 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. നല്ലതുപോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഈ മാവ് കുഴച്ചെടുക്കുന്നതിലാണ് നമ്മളുടെ പൊറോട്ടയുടെ സോഫ്റ്റ്നെസ്സും ടേസ്റ്റും ഇരിക്കുന്നത്. നല്ലപോലെ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു മിനിമം 15 മിനിറ്റെങ്കിലും കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കുഴക്കാനെടുത്ത പാത്രത്തിൽ കുറച്ച് എണ്ണ തടവി അതുപോലെ തന്നെ മാവിൻ്റെ പുറത്തൊക്കെ എണ്ണ തടവിയിട്ട് ഒരു നനഞ്ഞ തുണി വെച്ച് അടച്ച് ഒരു 3 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കൂടുതൽ വെക്കുമ്പോൾ കൂടുതൽ സോഫ്റ്റ് ആവും. ഇപ്പോൾ ഞാനൊരു 3.5 മണിക്കൂറൊക്കെ ആയപ്പോൾ നമ്മളുടെ മാവ് എടുത്തിട്ടുണ്ട്. നോക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമ്മൾക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. ബോൾസായിട്ട് ഉരുട്ടിയെടുക്കുന്നതിന് മുമ്പ് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു 5 മിനിറ്റോളം ഒന്നും കൂടി ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും മാവ്. ഇപ്പോൾ തന്നെ മാവ് നല്ല സോഫ്റ്റാണ്. അതിന് ശേഷം ഇതുപോലെ നമ്മൾക്ക് ബോൾസ് ഉരുട്ടിയെടുക്കണം. തള്ളവിരലിൻ്റെയും അതുമാതിരി ചൂണ്ടാണി വിരലിൻ്റെയും നടുക്ക് വെച്ച് ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നല്ലപോലെ ഷേപ്പായി കിട്ടും. പക്ഷെ അതങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് കണ്ടോ, ഇതുപോലെ ഉരുട്ടിയെടുക്കണം. പെട്ടെന്നൊന്നും ആദ്യത്തെ പ്രാവശ്യമൊന്നും ശരിയായെന്ന് വരില്ല. കുറച്ച് 2-3 എണ്ണം എടുത്തുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ശരിയായിട്ട് വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ബോൾസാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്താൽ. ഇപ്പം ഞാൻ ഉരുട്ടിയെടുത്ത എല്ലാ ബോൾസും ഒന്ന് എണ്ണ തടവിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെക്കുകയാണ്. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പൊറോട്ട ഉണ്ടാക്കുമ്പോൾ കുറേ ഇങ്ങനെ റെസ്റ്റിംഗ് ടൈം ഉണ്ട്, അതുമാതിരി ഒരുപാട് എണ്ണ വേണം. പക്ഷേ എന്നാലൊക്കെ നമ്മൾക്ക് പൊറോട്ട കഴിക്കാൻ വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞാനിത് മൊത്തത്തിൽ ഒരു 6 ബോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം വലിയ പൊറോട്ടയാണ്. ഒരു മീഡിയം സൈസ് പൊറോട്ട, നല്ല വലുതല്ല. ഇപ്പോൾ ഒരു 40 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ പൊറോട്ട ഇനി പരത്തിയെടുക്കുകയാണ്. അതിന് ഒരു ബോൾ ഇങ്ങനെ എടുത്തിട്ട് കൈവച്ച് ആദ്യം തന്നെ മാക്സിമം നമ്മൾക്ക് കൈവച്ച് പറ്റുന്ന അത്രയും നല്ല കനം കുറച്ച് പരത്തിയെടുക്കുക. അതിന് ശേഷം ഒരു റോളിംഗ് പിൻ എടുത്തിട്ട് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം. ഷേപ്പൊന്നും നോക്കേണ്ട കാര്യമില്ല. നല്ല കനം കുറച്ച്, മാക്സിമം കനം കുറച്ച് നമുക്ക് എത്ര പരത്തിയെടുക്കാൻ പറ്റുന്നോ അതുപോലെ പരത്തിയെടുക്കുക. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് മൈദ പരക്കുന്നതിനേലും കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും മാവിന്. കണ്ടോ, ഇപ്പോൾ ഞാൻ ഇത്രയും ഒരു ഇതിലാണ്
പരത്തിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തിന്നായിട്ട് പരത്തിയെടുക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അതനുസരിച്ച് പരത്തിയെടുക്കുക. ഇപ്പോൾ ഇത് ചെറിയ വീതി കുറവാണ് ഈ കൗണ്ടർ ടോപ്പിന്, അതാണ് ഞാൻ ഇത്രയായിട്ട് പരത്തിയെടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കനം കുറച്ച് പരത്തിയെടുക്കാൻ പറ്റും ഇത്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സാരിയുടെ പ്ലേറ്റ്സ് എടുക്കുന്ന മാതിരി ഞൊറിഞ്ഞെടുക്കണം. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഏറ്റവും വീതി കുറഞ്ഞ പ്ലേറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അപ്പോൾ നല്ല ലെയേഴ്സായിട്ട് നമുക്ക് പൊറോട്ട കിട്ടും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ മാവ് പരത്തിയെടുക്കുമ്പോൾ നല്ല കനം കുറഞ്ഞ് പരത്തിയെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മളുടെ പൊറോട്ട സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഇപ്പം ഞാനിത് മൊത്തത്തിൽ കൗണ്ടർ ടോപ്പിൽ നിന്ന് പൊക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു അടിക്കുന്ന ആ ഒരു എഫക്റ്റും കൂടി വരുമ്പോൾ ഒന്നും കൂടി സോഫ്റ്റ് ആവും പൊറോട്ട. ഇനി നമ്മൾക്ക് ഇത് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കുറേശ്ശെ എടുത്ത് കണ്ടോ, ഓരോ ഭാഗവും ഇങ്ങനെ വലിച്ചു കൊടുക്കുക. എസ്പെഷ്യലി ആ നടുക്കുള്ള പോർഷൻസൊക്കെ നല്ലപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് റോളായിട്ട് ചുറ്റിയെടുക്കുക. ഒന്നില്ലെങ്കിൽ കൈ വെച്ച് വിരലിൻ്റെ ഇടയിൽ വെച്ച് ചുറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ചുറ്റിയെടുക്കുക, അല്ലെങ്കിൽ നിലത്ത് വെച്ച് ചുറ്റിയെടുക്കുക. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ കൈവാക്കനുസരിച്ചിരിക്കും. എന്നിട്ട് മിച്ചം വരുന്നത് ഇതിൻ്റെ അടിയിലേക്ക് നമ്മൾ ചുരുട്ടി വെച്ച് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ ചുരുട്ടിയെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് എല്ലാം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമ്മൾ ചുടുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇതുപോലെ ഓരോന്ന് എടുത്തിട്ട് കൈ വെച്ച് ഇങ്ങനെ കുറച്ച് എണ്ണ തടവിയിട്ട് പരത്തി എടുക്കുക. റോളിംഗ് പിന്നിൻ്റെ ആവശ്യമില്ല. ഇതൊരു മീഡിയം തിക്നെസ്സിൽ പരത്തി എടുക്കണം. ഒരുപാട് തിന്നായി പോകരുത്, ഒരുപാട് ടൈറ്റ് തിക്നെസ്സിലും ആവരുത്. അപ്പോൾ ഞാനൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2-3 ഡ്രോപ്പ് എണ്ണ ഇറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ പരത്തി വെച്ചേക്കുന്ന പൊറോട്ട ചേർത്ത് കൊടുക്കുക. ഒരു പൊറോട്ട പരത്തിയ ശേഷം അത് ചുട്ടെടുത്ത ശേഷം അടുത്തത് പരത്തിയെടുക്കുക കേട്ടോ. ഇപ്പോൾ പൊറോട്ട ഒന്നായപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ നല്ലപോലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ആ ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊറോട്ട ചുട്ടെടുക്കുമ്പോൾ തീ എപ്പോഴും ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ അതിൻ്റെ പുറം ഭാഗം അങ്ങ് കരിഞ്ഞു പോകും, പക്ഷേ ഉള്ളൊന്നും വേവത്തില്ല. അതുപോലെ ലോ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ പൊറോട്ട അങ്ങ് കല്ലച്ച് പോകും, പ്രത്യേകിച്ച് നമ്മുടെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. പിന്നെ ഇത് നമ്മൾ ചട്ടകൂട്ട് അങ്ങ് കുത്തി ഞെരുക്കി അങ്ങനെയൊന്നും വേവിച്ചെടുക്കരുത്. ആ ലെയേഴ്സൊക്കെ അങ്ങ് പോകും. കുറച്ച് സമയം പിടിക്കും കേട്ടോ പൊറോട്ട വെന്ത് വരാൻ. കാരണം ഇത് ലെയേഴ്സ് അല്ലേ, എല്ലാ ലെയേഴ്സും വെന്ത് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. പിന്നെ നമ്മൾ പൊറോട്ടയൊന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഭയങ്കര ഹെൽത്തിന് നല്ലതല്ല ഒട്ടും. പിന്നെ ഇത് മൈദേനേക്കാൾ കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയാം ഗോതമ്പ് പൊടി ആയതുകൊണ്ട്. പക്ഷേ എന്നാലും ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നുണ്ട്, അതൊട്ടും നല്ലതല്ല. അപ്പോൾ നിങ്ങളിത് വല്ലപ്പോഴും ഒരു കൊതിക്കൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അല്ലാതെ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ള രീതിയിലൊന്നും ഉണ്ടാക്കരുത്. മാസത്തിലൊരു ദിവസം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമില്ല, ആ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ഞാനിത് നല്ലപോലെ മുരിച്ചാണ് എടുക്കുന്നത്, ക്രിസ്പി ആയിട്ട്. നിങ്ങൾക്കത് വേണ്ടെങ്കിൽ ഇത് വെന്തെന്ന് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മൾക്ക് ഈ പാത്രത്തിൽ ഫ്രൈങ് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പോൾ കണ്ടോ, ഞാൻ ക്രിസ്പി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട്. ഇതൊരിക്കലും ഇങ്ങനെ വെക്കരുത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോയി കിട്ടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അടിച്ചെടുത്തില്ലെങ്കിൽ ലേയേഴ്സ് എല്ലാം തിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ ലേയേഴ്സ് തിരിഞ്ഞ് വന്നില്ലെങ്കിൽ മാത്രം അടിച്ചെടുക്കുക. സാധാരണ ഗോതമ്പ് പൊറോട്ടയ്ക്ക് പൊതുവേ ലേയേഴ്സ് തിരിഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളുടെ മൈദ പൊറോട്ടനെ വെച്ച് കുറച്ച് ഹെൽത്തി ആണെന്ന് പറയാം, എന്നാലും ഒരുപാട് എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് എപ്പോഴും ഒന്നും ഉണ്ടാക്കരുത്. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ പൊറോട്ടയ്ക്ക് ലെയർ വന്നില്ലെങ്കിൽ ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു 3-4 പൊറോട്ട ചൂടോടുകൂടി തന്നെ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് 2 കൈയും വെച്ച് സൈഡിൽ നിന്ന് നടുക്കിലേക്ക് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സൊക്കെ നല്ലതുപോലെ വിടർന്നു വരും. അപ്പോൾ ഇങ്ങനെ തട്ടിയെടുത്തു കഴിഞ്ഞാൽ പൊറോട്ടയുടെ ലെയേഴ്സ് എല്ലാം നമുക്ക് നല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇതിന് കാണാമായിരുന്നു, ഇതിന് തട്ടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു പൊറോട്ട എടുത്ത് കാണിച്ചു തരാം. പൊറോട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, താഴത്തെ പൊറോട്ടയുടെ ലെയേഴ്സ് ഒന്നും വലിച്ചെടുക്കരുത്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്. താങ്ക് യു.